നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് ജിം ഫാക്സുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. സോ നമ്മൾ എല്ലാവരും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്. സോ നമ്മളെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്കറിയാം, നമ്മൾ വിൻ്റർ ചാലഞ്ചിൽ ഭാഗമായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്കൗട്ടും കാര്യങ്ങളും. സോ നിങ്ങൾ ജിമ്മിൽ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ പോകാത്തവരായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് ജിം ഫാക്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഒന്നാമത്തെ ഫാക്സ് എന്ന് പറയുന്നത്, ലോകത്തെ ആദ്യത്തെ ജിം ഉണ്ടായത് ഏത് വർഷം നിങ്ങൾക്കറിയാമോ? അത് BC 500, അതായത് ബിഫോർ ക്രിസ്തുവിൻ്റെ കാലത്ത് 500ാമത്തെ കാലത്താണ് ഏഷ്യൻ ഗെയിംസിലാണ് ആദ്യമായിട്ട് ഒരു ജിം വരുന്നത് തന്നെയാണ്. സോ വലിയ വെറൈറ്റി ആയിട്ട്. സോ അത്രയും കാലത്തുള്ള സംഭവമാണ് നമ്മൾ ഇന്ന് 2024 വരെ നിൽക്കുന്നത് വെച്ചാൽ ഒരു അത്ഭുതം തന്നെയാണല്ലേ. സോ ജിം ഫാക്സ് നമ്പർ 2 പറയുന്നത്, നമ്മൾ ചാനൽ ജസ്റ്റ് കാണുന്നത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാനും ജസ്റ്റ് ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. സോ ജിം ഫാക്സ് നമ്പർ 2 എന്ന് പറയുന്നത്, ലോകത്ത് ഏകദേശം 183 മില്യൺ ആൾക്കാരാണ് ഡെയിലി ജിമ്മിലോട്ട് പോകുന്നത്. കോടിക്കണക്കിന് ആൾക്കാരുള്ള ഈ ഒരു ലോകത്ത് 183 മില്യണെങ്കിലും ആൾക്കാരുണ്ടല്ലോ ജിമ്മിൽ പോകുന്നത്. സോ അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷം മാത്രം. സോ ജിം ഫാക്സ് നമ്പർ 3 എന്ന് പറയുന്നത്, ലോകത്ത് ഈ 183 ആൾക്കാർ പോകുന്നെങ്കിലും അതിൽ വെറും 60% ആൾക്കാർ മാത്രമേ ഡെയിലി ആയിട്ട് ജിമ്മിൽ പോകുന്നുള്ളൂ എന്നതാണ് അടുത്തൊരു ഫാക്സ് എന്ന് പറയുന്നത്. സോ എല്ലാം കൺസിസ്റ്റൻസി ആയിട്ട് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. സോ ജിം ഫാക്സ് നമ്പർ 4 എന്ന് പറയുന്നത് വെച്ചാൽ, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയാണ് ജിമ്മിലെ ബിസിയസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. സോ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സോ എല്ലാവരും ഈവൻ ഒരു മാസം എത്തിയെങ്കിൽ അതിൽ ആദ്യം പറയുന്നത് തിങ്കളാഴ്ച ആവട്ടെ ജിമ്മിൽ പോട്ടെന്നാണ്. സോ ഈ ഒരു ലോങ് പീരീഡ് ഗ്യാപ്പ് എടുക്കുന്നവരും പറയുന്നത് തിങ്കളാഴ്ച ആവട്ടെ ജിമ്മിൽ പോട്ടെന്നാണ്. അത് മാത്രമല്ല, ഈ ജിമ്മ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച. അന്ന് ചെസ്റ്റ് ഡേ ആണെന്നും പറഞ്ഞ് തള്ളിപ്പിടിച്ചുകൊണ്ട് വരും. സോ അതും ഒരു ഫാക്സ് തന്നെയാണ്. സോ ജിം ഫാക്സ് നമ്പർ 5 എന്ന് പറയുന്നത്, നമ്മൾ ജിമ്മിൽ ഇങ്ങനെ കണ്ണാടിക്കുകയില്ല, നമ്മൾ ഓരോ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പോസിങ് ഒക്കെ കാണിക്കാൻ വേണ്ടി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നു, നല്ല രീതിയിൽ പോസിങ് കാണിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ പമ്പ്സ് എല്ലാം നല്ല രീതിയിൽ ഇരിക്കുന്നു, നമ്മുടെ ബോഡിയൊക്കെ സെറ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു. നേരെ വീട്ടിൽ വരുന്നു, വീട്ടിലെ കണ്ണാടി നോക്കുമ്പോൾ ഒന്നും കാണില്ല. സോ അതിന് ഒരു ചെറിയൊരു ട്രിക്ക് അവർ ചെയ്യുന്നുണ്ട്. വേറൊന്നുമില്ല, ജിമ്മിലെ കണ്ണാടികളെല്ലാം കോൺകേവ് കണ്ണാടികളാണ്. സോ നമ്മുടെ വീട്ടിലുള്ളത് സാധാ പ്ലെയിൻ മിറേഴ്സാണുള്ളത്. സോ ജിമ്മിലെ കണ്ണാടി വെച്ചാൽ കോൺകേവ് മിറേഴ്സാണുള്ളത്. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. സോ വീട്ടിൽ വരുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല, ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നും. സോ അതാണ് ഫാക്ട് നമ്പർ 5 പറയുന്നത്. സോ ഫാക്ട് നമ്പർ 6 എന്ന് പറയുന്നത്, ജിമ്മിൽ പോണവർക്കും പോകാത്തവർക്കും എല്ലാം അറിയാമെന്നുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് ഏതെന്നറിയാമോ? അത് നമ്മളെ ഡംബിൾസോ വേറെ ഒന്നുമല്ല, ത്രെഡ്മില്ലാണ്. സോ ആർക്കും ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു ജിം എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അത് ത്രെഡ്മില്ല് തന്നെയാണ്. ഫാക്ട് നമ്പർ 6 കാര്യം പറയുന്നത് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ ജിം ട്രെയിനേഴ്സും പറയുന്ന ഒരേ ഒരു സ്വരത്തിൽ പറയുന്ന കാര്യം യൂസ് ടവൽസ് എന്നാണ്. സോ വേറൊന്നുമല്ല, നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു സെറ്റ്, ആ ഒരു വേർപ്പ് കാരണം ബാക്കിയുള്ളവർക്ക് വേറൊരു അസുഖം വരരുത്, വേറൊരു ഇൻഫെക്ഷനും വരരുതെന്ന ഒറ്റ റീസൺ കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ട്രെയിനേഴ്സും പറയുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ യൂസ് ടവൽസ് എന്ന് പറയുന്നത്. ഫാക്ട് നമ്പർ 7, ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈവൻ ജിം ട്രെയിനേഴ്സ് എല്ലാം മോസ്റ്റ്ലി ഒരു പ്രിഫർ കൊടുക്കുന്നത് ലേഡീസിനോടാണ്. സോ വേറൊന്നുമല്ല, നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. സോ ലേഡീസിന് അവരൊരു ബിസിനസ് ട്രാക്കാണ് അവരവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ലേഡീസിന് അവർ ഓവറായിട്ട് കെയർ കൊടുക്കും, ഓവറായിട്ട് ഒരു ട്രെയിനിങ് ചെയ്ത് ഹെൽപ്പ് കൊടുക്കുമ്പോൾ ആ ഒരു ലേഡീസ് തന്നെ അവരുടെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു ജിം റെക്കമെൻഡ് ചെയ്യും, അതേപോലെ ജിമ്മിനെ ഒന്ന് പൊക്കി അടിക്കും. ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ്, അതൊരു ബിസിനസ് മൈൻഡായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണൽ ട്രെയിനേഴ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. സോ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എല്ലാ ട്രെയിനേഴ്സും ലേഡീസിന് ഒരു സ്റ്റെപ്പ് പ്രിഫേഴ്സ് കൊടുക്കുന്നത് അവിടെ. ഫാക്ട് നമ്പർ 8 കാര്യം എന്ന് വെച്ചാൽ, ഈവൻ ഈ ലോകത്തുള്ള എല്ലാ ജിമ്മിലും വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്, നേരത്തെ പറഞ്ഞ 183 മില്യൺസ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ശരാശരി ടൈം ലിമിറ്റ് എടുത്താൽ ഏകദേശം 40 മുതൽ 60 മിനിറ്റ് വരെയാണ് അവരെല്ലാം വർക്കൗട്ടെന്ന് പറയുന്നത്. ഈവൻ 2-1.5 മണിക്കൂർ അവർ പോകുന്നില്ല, ഈവൻ 1 മണിക്കൂർ തന്നെ അവർ വർക്കൗട്ട് ഫിനിഷ് ചെയ്യുന്നതാണ് ഫാക്ട് നമ്പർ 8 പറയുന്നത്. ഫാക്ട് നമ്പർ 9 പറയുന്നത്, ലോകത്ത് ആദ്യമായിട്ട് ഒരു കൊമേഴ്സിന്, അതായത് പൈസ കൊടുത്ത് ജിമ്മിൽ അഡ്മിഷൻ എടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകില്ല, ആ ഒരു സെറ്റപ്പ് ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അമേരിക്കയാണ്. അത് 1929 ഈ ഒരു സംഭവം അവിടെ നടന്നിട്ടുള്ളത്. ഫാക്ട് നമ്പർ 10 കാര്യം പറയുകയാണെങ്കിൽ, ലോകത്ത് എല്ലാ ശരാശരി ജിമ്മിൻ്റെ, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ശരാശരി ജിമ്മിൻ്റെയും നെറ്റ് വെർത്ത് എടുത്താൽ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് എടുത്താൽ ഏകദേശം $87 മില്യൺ അവർ നേടുന്നതെന്നാണ് ലോകത്തുള്ള എല്ലാത്തിൻ്റെയും നെറ്റ് വെർത്ത് എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതും അറിയാമെന്നുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു ഫാക്സിലായിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളോട് ആ ജിമ്മിൽ പറഞ്ഞ ജിം പറഞ്ഞ വീഡിയോ ഷെയർ ചെയ്തിട്ട് പറയുക, ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ. സോ ഇതേപോലെ നല്ല നല്ല മോട്ടിവേഷണൽ മണി മേക്കിംഗ് ഇൻസ്പിറേഷൻ വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. സോ അത് മിസ്സായിരിക്കും, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കുക. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.